ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ ഹരിയോട് തൻ്റെ ഡിമാൻഡുകൾ പറയുകയാണ്. ആദ്യ ഗഡുവായി ഒരു 50 ലക്ഷം രൂപ വേണം. തൽക്കാലം ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞു. ഇത് കൊള്ളാവുന്ന ഓഫറാണ്, വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് നിങ്ങളുടെ ഈ തളർന്നുള്ള നിൽപ്പ് കാണാൻ. പിന്നെ പണം കൊണ്ടുവരുമ്പോൾ ഹരിയേട്ടൻ മാത്രം വന്നാൽ പോരാ, അച്ഛനും കൂടെ തന്നെ ഉണ്ടാകണം. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ പണം വാങ്ങിക്കൂ, എന്നാലേ ആദ്യ പുറത്താകൂ. അപ്പോൾ ഡിമാൻഡ് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സമയമാണ്. എനിക്ക് ഇങ്ങനെ വീണ പറഞ്ഞു. പണത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പ് തരാം, അത് ഞാൻ പാലിച്ചിരിക്കും. പക്ഷേ നീ ഇപ്പോൾ കുഞ്ഞിനെ എൻ്റെ കൂടെ വിടണം എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു, ബെസ്റ്റ്, ഇങ്ങനെ മണ്ടത്തരം വീണ കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭ്യാസമിറക്കാതെ ഇറങ്ങിപ്പോടോ, എനിക്ക് വീണ പറഞ്ഞു. ഹരി പോകാൻ തുടങ്ങുമ്പോൾ വീണ പറയുന്നു, ഒന്ന് നിന്നെ. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നത് മുതൽ വീണയെ എങ്ങനെ കീഴടക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഒരുപാട് വഴികൾ മനസ്സിൽ തെളിഞ്ഞു വരും. പോലീസുണ്ട്, സബ് കളക്ടർ മനു ഉണ്ട്, പിന്നെ ഹരിയേട്ടന്റെ ചങ്കൂറ്റമുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഒരു പിടി പിടിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. പക്ഷേ നിങ്ങളത് ചെയ്യില്ല. കാരണം ആൾക്കാരുടെ ആയുസിനോട് വീണയ്ക്ക് നല്ല മതിപ്പില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ചെല്ലേ എന്ന് പറഞ്ഞ് വീണ പറഞ്ഞയച്ചു. പിന്നീട് കാണിക്കുന്നത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിലെത്തിയ ശേഷം ഹരി അമ്മാവനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് അമ്മാവൻ ദേഷ്യത്തോടെ ഹരിയോട് പറയുന്നു, എന്നിട്ട് നീ എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? നിനക്ക് ആ മനുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ? പോലീസുകാരോട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞുകൂടായിരുന്നോ? അവർ ചോദിക്കുമ്പോൾ അവൾ പറയുമായിരിക്കുമല്ലോ കുഞ്ഞെവിടെ ഉണ്ടെന്ന്. ഹരി പറയുന്നു, അമ്മാവ അവളെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. കൊല്ലണമായിരുന്നോ? ജീവൻ പോകുമ്പോൾ അവൾ പേടിക്കില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു, അതെ, അപകടമാണ്. അവളെല്ലാം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. പോലീസുകാരുടെ മുന്നിൽ എത്തുമ്പോൾ എന്നോട് ഈ വിവരം പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് പറഞ്ഞൂടെ? കിട്ടിയ അവസരം നോക്കി ഞാനും അമ്മാവനും കൂടി അവളോട് പ്രതികാരം ചെയ്യുവാണെന്ന് അവൾക്ക് പറഞ്ഞൂടെ? അപ്പോ മനുവിന്റെ വീട്ടിലേക്ക് വിളിച്ച കാര്യത്തിൽ ഒരു തെളിവില്ലേ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. അമ്മാവ, അതൊരു അപകടം നടന്നപ്പോൾ വിളിച്ചതാണെന്ന് അവൾക്ക് പറഞ്ഞൂടെ? ജോലി അവൾക്ക് അറിയാവുന്നതല്ലേ എനിക്കിങ്ങനെ ഹരി പറയുന്നുണ്ട്. അമ്മാവ, നമുക്കിപ്പോ മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവൾ ചോദിച്ചാൽ പണം കൊടുക്കണം. പണം കൊടുക്കാൻ കഴിയില്ല. അവൾക്ക് കാശ് കൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അതിന് ഒരു മാറ്റമില്ലെന്ന് അമ്മാവൻ. എന്നാ പിന്നെ അമ്മാവൻ ആ പണവും കെട്ടിപ്പിടിച്ചങ്ങിരുന്നു. അപകടത്തിലാകാൻ പോകുന്നത് നിത്യയുടെ ജീവിതമാണ് എന്നൊക്കെ ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. നമ്മളോടുള്ള വാശിക്ക് വീണ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അന്ന് അമ്മാവന്റെ സ്വത്തിന് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കോ? അമ്മാവ, ഒരു കോംപ്രമൈസിനും അവൾ തയ്യാറാവത്തില്ല. വാശി പിടിച്ചാൽ അവൾക്കായിരിക്കും നഷ്ടം. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തോ ചെയ്യാനാ? കൊടുത്തേക്ക്, ഇതൊക്കെ അവളുടെയും കൂടി അവകാശമല്ലേ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അവകാശത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. പിന്നെ അവളെക്കാൾ ഞാൻ 1000 മടങ്ങ് സ്നേഹിക്കുന്ന കൊച്ചാണ് നിത്യ. അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ മാറി നിൽക്കാൻ സാധിക്കില്ലല്ലോ. അവൾ ചോദിക്കുന്ന പണം ഞാൻ കൊടുക്കാം സ്വത്ത് എന്നൊക്കെ താല്പര്യമില്ലാതെ പറയുന്നുണ്ട് അമ്മാവൻ. വീണയാണ് അങ്ങനെ ചെയ്തത് എന്ന് മനുവിന്റെ കുടുംബം അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അതിന്റെ പഴിയും നിത്യയായിരിക്കും കേൾക്കേണ്ടി വരുന്നത് എന്ന് ഹരി. അത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ ബാങ്ക് സമയം കഴിഞ്ഞു കാണില്ലേ? ഇത്രയും തുക നമ്മൾ എവിടെ കൊണ്ടുപോയി എടുക്കാനാ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അയ്യോ, അതൊരു പ്രശ്നമാണല്ലോ. നാട്ടിലായിരുന്നെങ്കിൽ ആരോടെങ്കിലും 10 പേരോട് ചോദിച്ചിട്ട് തുക നമുക്ക് അറേഞ്ച് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോ എന്താ മാർഗം എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, ചോദിക്കേണ്ട രീതിയിൽ അവളോട് ചോദിച്ചാൽ എന്ന് അമ്മാവൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ഹരി പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു ചെകുത്താനെ പോലെ അവൾ എന്റെ മുന്നിൽ നിന്നത്. കൊല്ലാനും തിന്നാനും മടിയില്ലാത്തവളാണ്. അമ്മാവ, അവളുടെ സ്വഭാവം മാറ്റിയെടുത്തിട്ടും അവളെ തീർത്തിട്ടും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് ഞാൻ തീർത്ത് പറയുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഹരി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് നിത്യ. നിത്യയുടെ മനസ്സിലെ കാര്യങ്ങൾ ചോദിക്കുന്നു. ഗിരിനഗർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അകലെയാണ്. അവിടെ കുട്ടിയും കൂട്ടി എന്തിനാണ് നിത്യേച്ചി പോയത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അരികിൽ സുജാതയും ജ്യോതിയും ഒക്കെ ഉണ്ടായിരുന്നു. നിത്യ ഒന്നും പറയുന്നില്ല. വീണ്ടും ചോദിച്ചത് കേട്ടില്ലേ എന്ന് മനു. ഗിരിനഗറിൽ ഒരു പാർക്കുണ്ട്, അവിടെ പോകുന്നത് അവന് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് പാർക്കിൽ പോയോ എന്ന് മനു. ഇല്ല. അതെന്ത് പറ്റിയെന്ന് മനു വീണ്ടും ചോദിച്ചു. അതിനു മുന്നേ ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറയുന്നതായിരുന്നില്ലേ കൂടുതൽ എളുപ്പം? അല്ല, എന്താ അവനെ തനിച്ച് കൊണ്ടുപോകാൻ തോന്നിയത് എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ മോനെ എന്നെ സുജാത വിളിക്കുന്നു. അമ്മ മിണ്ടാതിരിക്കേ എന്ന് മനു പറയുന്നു. എല്ലാവരും കൂടി പറയുമ്പോൾ അവധി ബഹളം വയ്ക്കുമെന്ന് തോന്നി എന്ന് നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നു, നിത്യേച്ചിയുടെ ഒരു കുഴപ്പം ഇതാണ്, സ്വയം എല്ലാം ധരിച്ചു വെച്ചിരിക്കുകയാണ്. ജ്യോതി, നീ ഇവിടെ മിണ്ടാതെ നിന്നാ മതിയെന്ന് സുജാത ജ്യോതിയോട് പറയുന്നു. ആരെയും കാണാതിരുന്നപ്പോൾ നിത്യേച്ചി ആരെയും വിളിക്കാതിരുന്നത് എന്താണെന്ന് മനു പറയുന്നുണ്ട്. നോർമലി എല്ലാവരും ആദ്യം അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നിത്യ പറയുന്നു, മനു, ഞാൻ അവിടെ മുഴുവനും ഓടി നടന്ന് നോക്കുകയായിരുന്നു. പക്ഷെ ആദ്യം അവിടെയെങ്കിലും കണ്ടില്ലായിരുന്നോ? എന്താ മനുവിന്റെ ചോദ്യങ്ങൾ ഈ രീതിയിലൊക്കെ?
എന്നെ നിനക്ക് സംശയം വല്ലതുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അന്വേഷണ രീതിയിലായിരിക്കും. എനിക്ക് പകരം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിലും നിത്യേച്ചിയോട് ഈ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അത് ഞാൻ ഒഴിവാക്കിയതാണ് എന്ന് മനു പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, അറിയാലോ, മനു എന്ന് വിളിച്ചു പറഞ്ഞാൽ എത്ര വലിയ ഉദ്യോഗസ്ഥനും വരും ഇവിടെ. അറിയാമെന്ന് നിത്യേച്ചി, ഞാൻ ഈ പ്രശ്നം വളരെ കൂളായി കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എത്ര നേരം എനിക്കതിന് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. ആദ്യമോനെ കാണാതായതിൽ എനിക്ക് വിഷമമുണ്ട്. അവനെ കൂട്ടിക്കൊണ്ടുപോയി പതിയെ എന്റേതാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ആ നേരത്താണ് ഇതൊക്കെ സംഭവിച്ചത്. മോനെ, പോലീസുകാര് എന്താ പറഞ്ഞതെന്ന് സുജാത, എന്തെങ്കിലും വിവരം കിട്ടിയാലല്ലേ അവർക്ക് പറയാൻ സാധിക്കും. ജോലി വാ എന്ന് പറഞ്ഞ് ജോലിയും കൂട്ടി മനു പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മനു പറയുന്നു, കാര്യങ്ങളുടെ തെളിവ് കിട്ടുമ്പോഴും സംഭവിച്ചത് നിത്യേച്ചി പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് മനുവും ജോലിയും പുറത്തേക്ക് പോകുന്നു. അവർ പോയ സമയത്ത് സുജാത പറയുന്നു, ശാന്തമാണെന്ന് തോന്നിയ കടൽ വരെ ഇളകി തുടങ്ങി. നിത്യയാണെങ്കിൽ കരയുന്നുണ്ട്. നിത്യയുടെ കൂടെ ഇപ്പോൾ സുജാതയാണിപ്പോൾ ഒരു ആശ്വാസത്തിനായിട്ടുള്ളത്. തുടർന്ന് ഹരിയെ കാണിക്കുന്നുണ്ട്. ഹരി എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. അമ്മാവനോടേക്ക് വന്നു. നീ അവളെ ഒന്ന് വിളിക്കാനായി പറയുന്നു. എന്നിട്ട് എന്ത് പറയാനാണെന്ന് ഹരി പറയേണ്ടത് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം, നീ ഒന്ന് വിളിക്കേ എന്ന് അമ്മാവൻ. ഞാൻ ബഹളം ഉണ്ടാക്കാനല്ല, നീ ഒന്ന് വിളിക്കേ എന്ന് അമ്മാവൻ വീണ്ടും പറയുന്നു. അങ്ങനെ ഹരി വീണയെ വിളിക്കുന്നുണ്ട്. വീണയാണെങ്കിൽ കൂളായിട്ടിരുന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഹരിയുടെ കോള് വരുന്നത്. ഹലോ ഹരിയേട്ടാ, പോയിട്ട് കുറേ നേരം ആയല്ലോ എന്ന് വീണ പറയുമ്പോൾ ഹരി പറയുന്നു, ഞാൻ നിന്റെ അച്ഛന് കൊടുക്കാം. അമ്മാവന് നിന്നോട് സംസാരിക്കണോന്ന്. ഇത് കേട്ട് വീണ പറയുന്നു, അയ്യോ അതിനെനിക്ക് അച്ഛനില്ലല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് പൂജ ചെയ്ത് അത് അവസാനിപ്പിച്ചില്ലേ, അപ്പോ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഹരി അമ്മാവന് ഫോൺ കൊടുക്കുന്നുണ്ട്. ഹലോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ആരാണെന്ന് വീണ ചോദിക്കുന്നു. ഞാൻ നിന്റെ വകയിൽ ഒരു അച്ഛനാണെന്ന് അമ്മാവൻ. ആരുടെയെന്ന് വീണ. ആരുടെ? നമ്മൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ. ഇപ്പോൾ ഞാൻ വീണ, എന്നോട് സംസാരിക്കുന്നത് രാമകൃഷ്ണൻ. അത്രയല്ലേ ഉള്ളൂ എന്ന് വീണ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അത്രയേ ഉള്ളൂ. സത്യം പറ, കുഞ്ഞെവിടെയുണ്ട്? ഏത് കുഞ്ഞ്? നിങ്ങളും ഞാനും തമ്മിൽ ഏത് കുഞ്ഞിന്റെ കാര്യമാണ് സംസാരിക്കേണ്ടത് എന്ന് വീണ പറയുന്നുണ്ട്. എന്റെ കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ അതിന് നിങ്ങൾ അവളെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിനല്ലേ എന്നെ ഇവിടെ നിറക്കി വിട്ടത് എന്ന് വീണ പറയുമ്പോൾ വേഷം കെട്ടരുത്, ഞാൻ ആദിയുടെ കാര്യമാണ് ചോദിച്ചത് എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അതിനുള്ള ചോദ്യവും ഉത്തരവും എല്ലാം നിങ്ങളുടെ മരുമകന്റെ കയ്യിലുണ്ടല്ലോ ഹരി, അയാളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വീണ. നീ ചോദിച്ച പണം ഞാൻ തരാമെന്ന് അമ്മാവൻ. എനിക്ക് നിർബന്ധമില്ലെന്ന് വീണ. എനിക്ക് നിർബന്ധമുണ്ടെന്ന് അമ്മാവൻ. പക്ഷേ ഇന്ന് ബാങ്കിന്റെ സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് നാളെ പൈസ തരാൻ പറ്റൂ. പക്ഷേ അതുവരെ കുഞ്ഞിന്റെ കാര്യം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. അതായത് കുഞ്ഞിനെ ഞാൻ ഇപ്പോൾ അവിടെ എത്തിക്കണമെന്ന്, എന്നിട്ട് പണത്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന്. നിങ്ങളുടെ വയസ്സ് പോലെ തന്നെ ബുദ്ധിക്ക് നല്ല പഴക്കമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരം പറയാൻ നിൽക്കരുത്. തൽക്കാലം വേറെ മാർഗം ഇല്ലെന്ന് അമ്മാവൻ പറയുമ്പോൾ ആര് പറഞ്ഞു മാർഗമില്ലെന്ന്? സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം, വീടിന്റെ ആധാരം ഇങ്ങ് എടുത്തോ, എന്നിട്ട് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി എനിക്ക് ഇഷ്ടദാനം തരികയാണെന്ന് പറഞ്ഞ ഒരു മുദ്രപത്രം തയ്യാറാക്കുക. അത് കഴിഞ്ഞ് നേരെ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് വീണ പറയുമ്പോൾ നീയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ് അല്ലേ എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അതെ, ഇനി കണക്ക് പറച്ചിലല്ലാതെ നിങ്ങളോട് എനിക്ക് എന്താ ബാക്കിയുള്ളത്? എന്നെ പേര് വഴിയിൽ ഇറക്കിയാൽ നിങ്ങളെ പേര് വഴിയിലാക്കിയിട്ടേ ആക്കിയിട്ടേ വീണയ്ക്ക് ഇനി ഒരു ലക്ഷ്യമുള്ളൂ എന്ന് പറയുന്നുണ്ട്. മറക്കല്ല്, ഒരു മുദ്രപത്രം, ഇത് രണ്ടും എൻ്റെ കയ്യിൽ കൃത്യമായി എത്തിയതിനു ശേഷം ആ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാൽ മതിയെന്ന് വീണ പറയുന്നു. അല്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് വീണ ഫോണും വെച്ചു. എന്ത് പറ്റി അമ്മാവ, അവൾ എന്താ പറഞ്ഞത് എന്ന് ഹരി ചോദിക്കുന്നു. ഈ വീടിന്റെ ആധാരം വേണോ? അത് മാത്രമല്ല ഇഷ്ടദാനം എഴുതിയ പത്രവും അവളെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ അമ്മാവൻ പറയുന്നു. അമ്മാവന്റെ തീരുമാനം എന്താണെന്ന് ഹരി ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സുജാത കുറച്ച് ജ്യൂസ് നിത്യയ്ക്ക് കൊടുക്കുന്നു, നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. ആ സമയത്ത് സുജാതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. വിളിക്കുന്നത് ഹരി. മോൻ ഇവിടുന്ന് പോയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, ആൻറ്റി, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. നിത്യയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇന്ന് കുഴപ്പമില്ല, പിന്നെയുള്ള കുഴപ്പങ്ങൾ ഹരിക്ക് അറിയാലോ. ആൻറ്റി, നിത്യയ്ക്കൊന്ന് ഫോൺ കൊടുക്കാനായി ഹരി പറയുന്നു. താൻ പേടിക്കേണ്ട, കാര്യങ്ങൾ മറ്റൊന്നും ആദിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ അവനെ തിരങ്ങി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് കാര്യം പറയാം. താൻ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതല്ലേ, ഞാൻ ആദ്യമോനെയും കൊണ്ടേ വരൂ എന്നൊക്കെ ഹരി പറഞ്ഞു. എന്നെ സമാധാനിപ്പിക്കാൻ പറയാണ് അല്ലെ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, അല്ലടോ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകളെ വിശ്വാസമുണ്ടെങ്കിൽ താൻ കാത്തിരിക്കുകയും മോനെയും കൊണ്ട് ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം നിത്യ സുജാതയോട് പറയുന്നു, അമ്മേ, ഹരി ആദ്യമോനെ അന്വേഷിച്ച് പോവുകയാണെന്ന്, മോനെയും കൊണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. മനുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാര് ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതിനിടയിൽ ഹരി എവിടെ പോയി കണ്ടുപിടിക്കാനായെന്ന് സുജാത ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ലമ്മേ, പക്ഷേ ഹരിയുടെ വാക്കിൽ എന്തോ ആത്മവിശ്വാസമുണ്ട്. ഹരിക്ക് അതിന് സാധിക്കട്ടെ, ദൈവം കനിയുകയാണെങ്കിൽ ആദ്യമോനെ കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ അവർ പറയുന്നു.
എല്ലാവരും പുറത്തുണ്ടോ അമ്മേ എന്ന് നിത്യ ചോദിക്കുന്നു. ഉണ്ടെന്ന് സുജാത. ജ്യോതി ഉൾപ്പെടെയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങി ചെല്ലാൻ ഒരു മടി എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാരും കൈ ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ അതും ചെയ്തേനെ അല്ലേ അമ്മേ? നിത്യ അങ്ങനെ പറയുമ്പോൾ സുജാത പറയുന്നു, പരിഹാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട മോളെ. ആദ്യമോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും പറയുന്നു. ഈശ്വര, എന്റെ മോൻ ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് നിത്യ പറയുകയാണ്. ഈ സമയം ആദിയെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഗോഡൌണിൽ കരഞ്ഞു തളർന്ന് ഉറങ്ങുകയാണ് ആദി. വീണ ഫോണിലൂടെ പറയുന്നു, ഞാൻ